കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പകൽ ദൈവവചന ചിന്തയ്ക്കായി 8-ാം സങ്കീർത്തനം 3-ാമത് വാക്യം. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവിരുതാണ്. ജീവിതത്തിൻ്റെ ബദ്ധപ്പാടോടെയുള്ള ഓട്ടത്തിന് നടുവിൽ പലപ്പോഴും നാം കാണാതെ പോകുന്ന അനന്തമായ സത്യങ്ങൾ സൃഷ്ടിപ്പിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. സങ്കീർത്തകൻ ഇവിടെ ഓർപ്പിക്കുന്നു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? പ്രൈസ് ഗോഡ്. നാം പാർക്കുന്ന ഈ ഗാലക്സിക്ക് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്നാണ് പേര്. ശാസ്ത്രത്തിൻ്റെ കണക്കുകൂട്ട് അനുസരിച്ച് ഏതാണ്ട് 4000 കോടി നക്ഷത്രങ്ങൾ നമ്മുടെ ഈ കൊച്ചു ഗാലക്സിയിലുണ്ട്. അതിലൊരു ഇടത്തരം നക്ഷത്രമാണ് നമുക്ക് വെളിച്ചം തരുന്ന സൂര്യൻ. ഭൂമിയുടെ ഏതാണ്ട് 3,33,000 ഇരട്ടി ഭാരമുള്ള സൂര്യനിൽ 13 ലക്ഷം ഭൂമികൾ ഒന്നിച്ച് ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചു. ഏതാണ്ട് 22,50,00,000 വർഷം കൊണ്ട് മാത്രമാണ് സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ ഒന്ന് ചുറ്റി പൂർവസ്ഥിതിയിൽ എത്തിച്ചേരുന്നത്. ഏതാണ്ട് 7,20,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിച്ചാണ് സൂര്യൻ തൻ്റെ ഓട്ടം പൂർത്തിയാക്കുവാനായി ബന്ധപ്പെടുന്നത്. നമ്മുടെ ഭൂമിയുടെ കാര്യവും ചെറുതല്ല. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ, ഒരു മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗതയിൽ, ഏതാണ്ട് 94 കോടി കിലോമീറ്റർ ഒരു വർഷം കൊണ്ട്, അഥവാ 365 ദിവസം കൊണ്ട് ഓടിയെത്തുവാൻ ഭൂമി ബന്ധപ്പെടുകയാണ്. ഇടത്തരം നക്ഷത്രമായ ഈ സൂര്യനേക്കാൾ ഏതാണ്ട് 1540 ഇരട്ടി വലിപ്പമുള്ള പുതിയ നക്ഷത്രത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ആ പുതിയ നക്ഷത്രത്തിന് അവരിട്ട പേരാണ് VY കാനിസ് മജോറിസ്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 5000 പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രം നിലനിൽക്കുന്നത്. 200 കോടി 20 ലക്ഷം ഭൂമിയെ ഒന്നിച്ച് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നക്ഷത്രമാണ് ഈ VY കാനിസ് മജോറിസ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഭൂമിയിൽ നിന്ന് 5000 പ്രകാശവർഷം എന്ന് ഓർപ്പിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത, സഞ്ചാര വേഗത നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സെക്കൻഡിൽ 2,99,792 കിലോമീറ്റർ, അതായത് ഒരു സെക്കൻഡിൽ 1,86,282 മൈൽ, ഒരു മണിക്കൂറിൽ 107,92,50,000
51,200 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം 5000 വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് സൂര്യനോട് അടുത്ത് നിൽക്കുന്ന വലിയ ഈ നക്ഷത്രത്തിനുള്ളത്. അതുകൊണ്ടും തന്നെ നാം പാർക്കുന്ന ഈ സൗരയൂഥം പ്രകാശം ഒരു സെക്കൻഡിൽ 2,99,792 കിലോമീറ്റർ വെച്ച് യാത്ര ചെയ്താലും ഒരു മണിക്കൂറിൽ 107,92,51,200 കിലോമീറ്റർ യാത്ര ചെയ്താലും ഏറെക്കുറെ ഈ ഗാലക്സി ഒന്ന് കടന്ന് പോയി മടങ്ങി വരുവാൻ പ്രകാശത്തിന് എടുക്കുന്ന ദൂരത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഓർപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 1,20,000 പ്രകാശവർഷം വ്യാസമുള്ളതാണ് നമ്മുടെ ഈ ഗാലക്സി. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ചിന്ത, 400 കോടി നക്ഷത്രങ്ങൾ, 4000 കോടി നക്ഷത്രങ്ങൾ ഇവണ്ണം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുള്ള കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ചമച്ച ദൈവത്തെക്കുറിച്ച് സങ്കീർത്തകൻ ഓർപ്പിക്കുകയാണ്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ, ദൈവമേ, ഈ മർത്യപുത്രന്മാരെ നീ ഓർക്കുവാൻ ഞങ്ങൾ എന്തുമാത്രമാണ്. ദൈവമക്കളെ, അർഹതയില്ലാത്തിടത്ത് നമ്മെ സ്നേഹിക്കുന്ന ദൈവം, സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ നാം ഒന്നുമല്ലാതായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ഭൂമി കടൽക്കരയിലെ മണൽത്തരികൾക്കിടയിൽ ചെറു മണൽത്തരിയുടെ പോലും വലിപ്പമില്ലാത്തവണ്ണം ചെറുതാണ് പ്രപഞ്ചത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ. എന്നിട്ടും അതിനകത്ത് ഏതോ മൂലയിൽ, ഏതോ കോണിലിരുന്ന് എൻ്റെ ദൈവമേ എന്നുറക്കെ വിളിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുവാൻ സന്മനസ്സുള്ള നമ്മുടെ അപ്പനായ നല്ല പിതാവിൻ്റെ കരുണയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പകൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങനെ ഓർക്കുവാൻ ഞാൻ ഒന്നുമില്ല, എങ്കിലും അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ എന്നെ ഓർത്ത കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ദൈവകരങ്ങൾ വിധേയപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.